ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ആന്ധ്ര സ്പെഷ്യൽ പരിപ്പുപൊടിയാണ്. ഇത് നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടെ നെയ്യ് ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പരിപ്പുപൊടി നമുക്ക് ആന്ധ്ര മീൽസൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളിൽ പോയി കഴിഞ്ഞാൽ അവർ ചോറിൻ്റെ കൂടെ ഈ ഒരു പരിപ്പുപൊടിയും നെയ്യും കൂടെ സെർവ് ചെയ്യാറുണ്ട്. അത് കൂട്ടി കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയാവും. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. നമുക്ക് എങ്ങനെയാണ് ഈ പരിപ്പുപൊടി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പരിപ്പുപൊടി തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തിൽ എണ്ണയൊന്നും ചേർക്കാതെ നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം തീയൊന്നും ഒത്തിരി കൂട്ടി വെക്കാതെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ടൊന്ന് ചുവന്ന് വരുന്നിടം വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളകാണ്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. ഇത് ചെറിയ ജീരകമാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 4 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എരിവ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് റോസ്റ്റ് ചെയ്തിട്ടുള്ള കടലപ്പരിപ്പാണ്. അത് റോസ്റ്റ് ചെയ്തതായതുകൊണ്ട് തന്നെ ഒത്തിരി നേരം വറക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ തുവരപ്പരിപ്പൊക്കെ ചേർത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് 1-2 മിനിറ്റ് നന്നായിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പം നമ്മൾ 1-2 മിനിറ്റ് വറുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം നമ്മളുടെ പാനിന് നല്ല ചൂട് കാണും. നമ്മൾ ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇളക്കി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ചുവക്കുന്നിടം വരെ നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പം ഒത്തിരി അങ്ങ് തീയൊന്നും കൂട്ടിയിടാതെ തീ കുറച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 2-3 നുള്ളു കായപ്പൊടി മതിയാവും. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയാണ് നമുക്ക് പരിപ്പുപൊടിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ തരിയൊന്നുമില്ലാതെ നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് പൊടിച്ചെടുക്കുമ്പോൾ ഒത്തിരി തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പരിപ്പ് പൊടി റെഡിയായി. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് നമുക്ക് പൊടിച്ചെടുത്തതിന് ശേഷം എയർ ടൈറ്റ് ജാറിലേക്ക് മാറ്റി 1 മാസം വരെ ഇത് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഈ ഒരു പരിപ്പുപൊടി നമുക്ക് ചോറിൻ്റെ കൂടെ നെയ്യൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ശരണ്യാസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. Thank you.